ഈ ഒരു പുതിയൊരു നിയമം 2026 ഏപ്രിൽ 6 തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പുതിയ സിക്നസ് പേ ആക്ട് എന്തെന്നാൽ, അതായത് ഇത്രയും കാലം നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖമാവുകയാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം നമുക്ക് സിക്നസ് ബെനിഫിറ്റ് ലഭിക്കില്ലായിരുന്നു. അതായത് നമുക്ക് പനിയോ ജലദോഷമോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിക്നസ് ബെനിഫിറ്റ്സിന് അപേക്ഷിക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം നമുക്ക് ലോസ് ഓഫ് പേ ആയിരുന്നു. അത് കാരണം തന്നെ പല ആൾക്കാരും ലീവ് എടുക്കാതെ ജോലി ചെയ്യേണ്ട ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും അങ്ങനെ ലോസ് ഓഫ് പേയിൽ പോവുകയാണെങ്കിൽ അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സിറ്റുവേഷൻ വരും. പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് വന്ന ആൾക്കാരൊക്കെ അവർക്ക് ആകെ ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ 20 മണിക്കൂറിനിടയ്ക്ക് ഇതേപോലെയുള്ള പനിയോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ ലീവ് ആയിക്കഴിഞ്ഞാൽ മൊത്തം അവരെ താളം തെറ്റിപ്പോകും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഗവൺമെൻറ് പുതിയ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 2026 ഏപ്രിൽ തൊട്ടിട്ട് കൂടുതൽ തൊഴിലാളി സൗഹൃദപരമായിട്ടുള്ള രീതിയിൽ UK മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്താണ്, താഴെക്കടയുള്ള എല്ലാ ആൾക്കാർക്കും ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അസുഖങ്ങൾ പെട്ടെന്ന് പടർന്ന് പന്തലിക്കരുത്. ഇക്കാരണം കൊണ്ടൊക്കെയാണ് ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ, ഏകദേശം 13 ലക്ഷത്തോളം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ നിയമത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കും എന്നാണ് ഗവൺമെൻറ് പ്രത്യാശിക്കുന്നത്.